വിധു ചേട്ടാ, പക്രു ചേട്ടാ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ തമാശയുണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു ചെറിയ സാധനം മിസ്സിംഗ് പോലെ എനിക്ക് തോന്നി. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ വേണ്ടി മോട്ടിവേഷണൽ സ്പീക്കിംഗ്, അതിപ്പോ ഒരു സെഗ്മെന്റ് പോലെ ഉണ്ടല്ലോ, അത് നല്ലൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയുണ്ട്. ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനെ ഞാനിവിടെ കൊണ്ടുവരാനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം അല്ലേ? ഇദ്ദേഹമാണോ ഈ വരുന്ന ആള്? അല്ലല്ല, ഈ ചേട്ടനല്ല. മോട്ടിവേഷൻ ആളായിട്ടുണ്ട്. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ് പുള്ളി. അദ്ദേഹം വേറെ എവിടെയൊക്കെ പ്രസംഗം ചെയ്ത് പോയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ ഇപ്പൊ തന്നെ വൈകി. നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് ഉടനെ ആരംഭിക്കാം. അല്ല, സാർ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ സംഘാടകനല്ലോ, മനസ്സിലായില്ല എന്നെ? ഈ ആട്ടല്ല മനസ്സിലായത്. മറ്റേ മുടി പറഞ്ഞു കിടക്കും, കെട്ടിവെച്ചിരിക്കുന്നത്. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുന്നിൽ, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ നൽകി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രചോദനമായി നിൽക്കുന്ന, അയ്യോ അങ്ങനെയല്ല, അത് ഇടിച്ചു പറയണം. നന്നായിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം. അവിടെ പോയിരുന്നു കേട്ടോ. വെൽക്കം, താങ്ക് യു. കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇതാ എത്തുന്നു മോട്ടിവേഷണൽ കിങ് സുനിൽ രാമചന്ദ്രൻ. ഹായ് സർ. ഹലോ സാർ. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്ത് കാണിക്കാനാണ് വന്നത്? അതറിയാതെയാണ് ഇങ്ങോട്ട് വന്നത്. 1 2 3 4. ഞാൻ എന്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം 5000 പേരുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ തൊട്ട് പോസ്റ്റ് ചെയ്താണ്. എവിടെ 5000 പേര്? എവിടെ 5000 പേര്? എവിടെ സാറ്? ആൾക്കാർ വരും. അല്ല, വരും സാർ. തുടങ്ങുമ്പോഴത്തേനും വരും സാറ്. ക്ലാസ് ആരംഭിച്ചാട്ടെ. എവിടെ വരുമെന്ന് സാർ, ഇവിടെ ആക്ച്വലി എല്ലാരും കാണുന്നുണ്ട്. പക്ഷേ ഞാനിത് ചെയ്യും. ഞാൻ ക്ലാസ് എടുക്കും. കാരണം എന്താ? ഇന്നലെ എന്റെ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്ന് കഴിഞ്ഞു. എനിക്കെന്താ പ്രശ്നം? നാറ്റിക്കും ഞാൻ. ഈ സംഘാടകരെ ഞാൻ നാറ്റിക്കും. 2 മണിക്കൂർ ഇപ്പൊ ഞാൻ താമസിച്ചാണ് വന്നത്, മനസ്സിലായി? 2 മണിക്കൂർ ഞാൻ താമസിച്ചാണ് വന്നത്. എന്തിന്? തീ തീറ്റിച്ചോ സംഘാടകരെ, തീ തീറ്റിച്ചോ. എന്റെ ഫ്ലെക്സ് വെക്കണമെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം എന്റെ ഫ്ലെക്സ് വെക്കണം. അവിടെ ഉണ്ട് സാർ. എന്തായി കാട്ടിക്കുന്നു? എന്തായി കാണിച്ചേക്കുന്നത്? എന്താ പറ്റിയ? പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. ഞാൻ വിസ സ്റ്റാമ്പിങ്ങിന് വിട്ടാണ്. വലുതാക്കണം മിസ്റ്റർ, വലുതാക്കണം. അല്ലെ, വലുതാക്കാന്ന് പറഞ്ഞാൽ അത് വലുതായിട്ട് വരട്ടെ. അങ്ങനെ വലുതായിട്ട് വരട്ടെ. സാർ, ഇനി അത് തള്ളിപ്പോരും പുറത്തോട്ട്. നമുക്ക് തുടങ്ങിയാലോ? അതെന്തായാലും ഒരു മോട്ടിവേറ്റർക്ക് ആദ്യം വേണ്ടത് എന്താണ്? മോട്ടിവേഷൻ അല്ല, ബുദ്ധി. ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് എന്താണ് ആദ്യം വേണ്ടത്? മൈക്ക്. സംസാരിക്കാൻ മൈക്ക് വേണം. ബോധം. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്. കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ്, അത് വേണം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്. ഇനി ഞാൻ ബിസിനസ്സുകാരെ പറ്റി പറയട്ടെ. എന്തിനാടാ ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ പുറകെ പോയി ഇങ്ങനെ തെണ്ടുന്നത് നാറികളെ? എന്തിനാണ് തെണ്ടുന്നത് നാറികളെ? എന്റെ അക്കൗണ്ടിലേക്ക് ഇന്നലെ 4 ലക്ഷം രൂപ വന്നു. അതിന്റെ കോൺഫിഡന്റ് ആണ് എനിക്കെന്ത് പറയാം? ഹലോ, എന്തികളെ ബിസിനസ് ഉണ്ടാക്കാൻ നടക്കുന്നു. ഇപ്പൊ എന്താ പറഞ്ഞത്? താങ്കളൊരു വാക്ക് ഉച്ചരിച്ചല്ലോ. ഇപ്പൊ എന്താ വാക്ക് താങ്കൾ പറഞ്ഞ ബിസിനസ്സുകാരെന്താണ്? തെണ്ടുകൾ. ഇന്നലെ എന്റെ അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ വന്നു. എനിക്കെന്തും പറയാം. അല്ല, നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ? ഞങ്ങൾ ചെറിയ വ്യവസായം തുടങ്ങുന്ന ആൾക്കാരാണ്. എന്താണ്? തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ തെണ്ടികൾ എന്ന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ അത് ശരി. ഞങ്ങൾ പണം മുടക്കി ഞങ്ങൾ ഇവിടെ വരുത്തിയിട്ട് ഞങ്ങൾ തെണ്ടികൾ എന്ന് പറയുന്നത് സാറേ, അത് ശരിയാന്നുള്ളത്. അതിനിപ്പോ എന്താണ് വേണ്ടത്? താങ്കൾ വേണ്ടത് അത് പിൻവലിക്കണം, മാപ്പ് പറയണം. ഇല്ല, ഞാനത് പറയില്ല. കാരണം എന്റെ കോൺഫിഡൻസ്, പവർ. നിങ്ങൾ അവിടെ പോയിരിക്കും. നിങ്ങൾ എന്തിനാണ് ഇതിനിടയ്ക്ക് വരുന്നത് ശല്യപ്പെടുത്താനായിട്ട്? താങ്കൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ അവിടെ പോയിരിക്കും. അല്ല, സംസാരം. ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഫോക്കസ് എന്നിലേക്ക് വന്നില്ലേ? ഇപ്പൊ എന്നെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഫോക്കസ്. ഞാനാണ് കേന്ദ്ര ബിന്ദു. ഇനി ഒരാഴ്ച എന്നിലേക്കായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഒരാഴ്ച അങ്ങ് എയറിലേക്ക് പോകും. അവിടെ നിന്ന് ഞാൻ എല്ലാം നോക്കിക്കാണും, എല്ലാം മനസ്സിലാക്കി, എല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞാൻ താഴേക്ക് എത്തുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി സർ. വിധു ഗാനമേളക്കൊക്കെ പാട്ട് പാടുന്നു. മാനസികമായിട്ട് നല്ല സന്തോഷം. അതെ. എന്തുകൊണ്ട് പാടുന്നു?
അല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൈക്ക് കൊണ്ടല്ലേ പറഞ്ഞത് വാഗുണ്ടല്ലോ അങ്ങനെയല്ലല്ലോ ഇത് തിരിച്ചടിക്കൊരു മറുപടിയാണ് പാടുന്നു വാഗുണ്ട് പാടും കൊണ്ട് പാടും അങ്ങനെയല്ല ക്യാഷ് പോക്കറ്റിൽ വന്നു ആ കോൺഫിഡൻസ് അങ്ങനെയാണോ? പക്ഷെ മനസ്സിലായില്ലേ? അതിന്റെ കൂട്ടത്തിൽ പാട്ട് പാടുന്നതിന്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. എന്നാലും എങ്കിലും ആദ്യമേ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. വേണമെങ്കിൽ അതെ വേണമെങ്കിൽ പറയാം sir. എനിക്ക് 4 ലക്ഷം ഇന്നലെ എന്റെ അക്കൗണ്ടിൽ വന്നപ്പോൾ എനിക്കുണ്ടായ കോൺഫിഡൻസ് എനിക്കെന്തും പറയാം. ഞാൻ തീ തീറ്റിക്കും, എല്ലാത്തിനും തീ തീറ്റിക്കും. കുറെ ബിസിനസ്സുകാർ വന്നിരിക്കുന്നു, തെണ്ടികൾ. Sir, അങ്ങനെയൊക്കെ അല്ല, കസ്റ്റമേഴ്സിന്റെ പിന്നിൽ തെണ്ടി നടക്കുന്ന ആര്? കുറച്ച് നേരം കൊണ്ട് നിങ്ങൾ ഞങ്ങൾ വ്യവസായികളാണ്. ഞങ്ങൾ മുമ്പ് പറഞ്ഞു കേട്ടോ, വ്യവസായി ഞങ്ങൾ വ്യവസായം തുടങ്ങാൻ വേണ്ടി വന്ന നിങ്ങളുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ആഗ്രഹപൂർവ്വം വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, എന്താ കാര്യം? ഞാൻ ഒരു ഒറ്റ ബിസിനസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ബിസിനസ് ചെയ്തിട്ടില്ല. അതെ. പക്ഷെ എന്റെ അക്കൗണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപ അതാ വന്നു. എങ്ങനെ വന്നു? അവർക്കാണ് ഞാൻ ക്ലാസ് എടുക്കാൻ വന്നത്. അപ്പൊ ഞാനാണോ മണ്ടൻ, ഇവരാണോ മണ്ടൻ? ഇത് മണ്ടത്തരത്തിലല്ല. പിന്നെ? ഞങ്ങൾ ഒരു കൂട്ടം വ്യവസായികൾ ചേർന്നാണ് ഞങ്ങളുടെ പണം മുടക്കാണ് താങ്കളെ വിളിച്ചു വരുത്തിയത്. അതിനിപ്പോ എന്താണ് തെണ്ടി? അതിനെന്താണ്? ശരി, തെണ്ടിയെന്നോ അതെന്താണ്? താങ്കൾ ഉപയോഗിച്ച് വാക്കും തെണ്ടിത്തരം പറയുന്നു. എടാ, ഞങ്ങളുടെ കൈ കിടക്കുന്ന കാശ് തനിക്ക് വേണ്ടിട്ട് 4 ലക്ഷം രൂപ ഞങ്ങൾ ഇട്ട് തന്നിട്ട് തന്റെ വർത്താനം ചീത്ത വർത്താനം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നത്. എന്ത്? കണ്ടോ? അല്ല, നിന്റെ സ്പീച്ച് അണ്ണാ, വർത്താനം വേണ്ട. 10 പേര് നന്നാകട്ടെന്ന് കരുതി നമ്മളെ വിളിച്ചു വരുത്തി 2 നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിട്ടും ഞങ്ങളെ തെണ്ടികളാക്കിയിട്ട് ഇതെന്തൊരു രോഗമോ ഇത്? ഒരു കാര്യം എനിക്ക് ഇപ്പോൾ നല്ല കോൺഫിഡൻസ് ആയി. നമ്മളൊരു വ്യവസായം തുടങ്ങുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ കറക്റ്റായിട്ട് ബുദ്ധി ഉപയോഗിച്ച് അത് ചെയ്യുക, അത് പ്രവർത്തിക്കുക, അത് പ്രാവർത്തികമാകുക. അല്ലാതെ ഇവനെ പോകണന്റെ പുറകെയാണോ നമ്മൾ തെണ്ടി പോകത്തുള്ളൂ. വേണ്ടി സോറി കേട്ടോ, സോറി. ഇപ്പൊ പറഞ്ഞ പോയിന്റാ ചേട്ടാ, ഇപ്പൊ പറഞ്ഞ പോയിന്റാ.